ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വിഷു കഴിഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അടുത്ത വർഷം ഇതോടെ ആഘോഷിക്കാൻ തരാൻ ആരോഗ്യം തരട്ടെ. മാഷാല്ലാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിഷു കൈനീട്ടം കിട്ടുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് വിഷ്ണു ഒരു 500-ന്റെ ഇന്ത്യൻ മണിയും കൂടാതെ ബഹ്റൈൻ്റെ ഒരു 100 ഫിൽസും കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അന്ന് ലീക്ക് ബീരാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവർ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെങ്കിൽ മലയാളി അല്ലെങ്കിൽ വിഷു സദ്യ കഴിക്കാത്തവരും പുറത്ത് തന്നെയാണ്. ഗോളുണ്ടാ സദ്യ കഴിക്കേണ്ടത് വിഷ്ണുവും സുഹൈലും അവർ തീർച്ചയായിട്ടും അവരപ്പം തന്നെ ബുക്ക് ചെയ്യണ്. ഞങ്ങൾ വന്നിട്ട് കഴിക്കണം. ആ ഒരു ബിസ്മി ചൊല്ലിയിട്ട് അതുകൊണ്ട് കഴിച്ച വല്ലാത്ത റാഹത്ത്, അള്ളാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വിഷുസദ്യ കഴിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്താ പറയുക അത്ഭുതമാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷുലെ. പൂക്കളോ അല്ലെങ്കിൽ കൊന്നപ്പോ ഒന്നുമില്ല, അതൊക്കെ എൻ്റെ മനസ്സിലുള്ളത്. ഒക്കെ വിഷു കൈനീട്ടം സ്വീകരിച്ചിട്ടുണ്ട്, കൈനീട്ടം കൊടുത്തിട്ടില്ല, വിഷുക്കണി ഒരുക്കിയിട്ടില്ല, വിഷുക്കണി കണ്ടിട്ടില്ല, പുതുവസ്ത്രം ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് വിഷു ആഘോഷിക്കലില്ല. ഈ ഒരു വിഷുവിന്റെ പ്രത്യേകത വിഷു കൈനീട്ടം സ്വീകരിച്ചു വിഷ്ണുവിൽ നിന്നാണ്. വിഷ്ണു പറഞ്ഞേ ഇനി നാട്ടിൽ പോയിട്ട് ചിലവാക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ സുഹൈലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂട്ടം പായസം കഴിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. പടച്ചോൻ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. അടുത്ത വിഷു ഇതുപോലെ ആഘോഷിക്കാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു.